അരുൺ ജെയ്റ്റ്ലിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ആക്കം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ബി.ജെ.പി. എം.പി. കീർത്തി ആസാദ് പുറത്തുവിട്ട തെളിവുകൾ, ഒപ്പം തന്നെ ചെന്നിത്തല തൊടുത്തുവിട്ട കത്തിലെ തിരക്കഥ തേടിയുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യുന്നു. ആദ്യം അരുൺ ജെയ്റ്റ്ലി വിഷയം. DDCA അഴിമതിയിൽ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ ബി.ജെ.പി. എം.പി. കീർത്തി ആസാദ് തെളിവുകൾ പുറത്തുവിട്ടു. ഓഡിയോ വീഡിയോ തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് കീർത്തി ആസാദ് പുറത്തുവിട്ടത്. നിലവിലില്ലാത്ത കമ്പനികൾക്ക് DDCA പണം നൽകിയെന്നാണ് കീർത്തി ആസാദ് വ്യക്തമാക്കിയത്. 28 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിക്കിലീക്സ് ഇന്ത്യയുടെ ഒളിക്യാമറ ഓപ്പറേഷൻ വീഡിയോയാണ് പുറത്തു വന്നത്. 14 വ്യാജ കമ്പനികളുടെ പേരിലാണ് അഴിമതി നടന്നതെന്ന് പറയുന്നു. ഇതോടെ അരുൺ ജെയ്റ്റ്ലിക്കെതിരെയുള്ള കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ബി.ജെ.പി. നേതാവ് JR പത്മകുമാർ, ഒപ്പം തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ PV തോമസ് ദില്ലിയിൽ നിന്നും ചേരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് CR നീലകണ്ഠൻ, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകനും കായിക നിരീക്ഷകനും കൂടിയ ദേവദാസും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം പത്മകുമാറിലേക്ക്. പത്മകുമാർ, ഒരുപക്ഷെ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയാണ് തൊടുത്തുവിട്ടതെങ്കിൽ, കാരണം ക്രിക്കറ്റ് ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് നടത്തിയ കണക്കുകൾ പിഴയ്ക്കുന്നത് സഹിതമുള്ള തെളിവുകൾ, ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ എം.പി. ആസാദ് തന്നെ തെളിവുകൾ, വിക്കിലീക്സ് തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ തെളിവുകളായി പുറത്തു വരികയാണോ? ബി.ജെ.പിക്ക് ഇനിയും കാര്യങ്ങളിൽ കടിച്ചു തൂങ്ങി എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, ഇതിൽ ബി.ജെ.പിക്ക് എന്താ പങ്ക്? ഇത് ഈ തെളിവുകളിൽ പുതുമയായിട്ട് എന്താ ഉള്ളത്? എന്തുകൊണ്ട് AIP ആരോപണം ഉന്നയിച്ചു എന്നുള്ള കാര്യം എല്ലാവരും ഒരു തീവട്ടിക്കൊള്ളക്കാരനെ ഗവൺമെൻറ് സെക്രട്ടറിയാക്കി വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങൾ അന്വേഷിക്കാൻ വന്നപ്പോൾ ബി.ജെ.പിക്കെതിരായിട്ടൊരു ആരോപണം AIP ഉയർത്തിക്കൊണ്ടുവന്നു. ഈ ആസാദ് പറയുന്നത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ UPA ഗവൺമെൻറ് ആസാദ് ശ്രീ പത്മകുമാർ, ഞാൻ ഇടപെടുകയില്ല. താങ്കൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ നിലപാടുകളിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് പോകുന്നതുകൊണ്ട്, ആസാദ് എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ എം.പി. ആണ്. ആയിക്കോട്ടെ, അതല്ല പറഞ്ഞില്ല. ഈ ആസാദ് ഉയർത്തി ഇതൊരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ ഈ ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട്. എത്ര കാലമായിട്ട് ഇതിൻ്റെ തലപ്പത്ത് വരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിന് പ്രായോഗിക തലത്തിൽ നടക്കാതെ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതനുസരിച്ച് കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഈ അപ്രോച്ച് ചെയ്ത സമയത്ത് സോണിയാഗാന്ധി പറഞ്ഞു, ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വി വിൽ ഫിക്സ് അരുൺ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ. ഇതൊരു പുതുമയല്ല. ഇതെല്ലാം ഈ ആരോപണങ്ങളെല്ലാം നേരത്തെ തന്നെ ഇവരുടെ ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി കൺസിഡർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവരുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞ് ക്രിക്കറ്റ് ഇതിനുമായി ബന്ധപ്പെട്ടുണ്ട്. അവരന്വേഷണം നടത്തിയിട്ട് ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു ആളായിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഈ ആസാദ് വീണ്ടും കാര്യങ്ങളെ ഉന്നയിക്കുകയും നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ അമിത്ഷാ അന്ത്യശാസ്ത്രം നൽകിയിട്ട് കൂടി ആ MP സ്ഥാനം വഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിക്കിലീക്സ് രേഖകൾ പറയാവുന്ന ഭാഷയിൽ പരിമിതിക്കുള്ളിൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ ഒരിടത്ത് പോലും അരുൺ ജെയ്റ്റ്ലിക്കെതിരായിട്ട് ഒരു ആരോപണമില്ല. ഇപ്പൊ ബി.ജെ.പിക്കെതിരായിട്ട് അരുൺ ജെയ്റ്റ്ലിക്കെതിരെ ആരോപണം യഥാർത്ഥത്തിൽ ആരോപണം ഉണ്ടെങ്കിൽ ഉന്നയിക്കാം. പക്ഷേ ഇതിൽ വേഗായിട്ടുള്ള ആരോപണം, ഇതിൽ അരുൺ ജെയ്റ്റ്ലിയെ സ്പർശിച്ചൊരുമില്ല. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം അന്വേഷണം അത് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് അവർ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഇതിലൊന്നും കഴമ്പില്ലാതെ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലെന്താ വേണ്ടേ? CR നീലകണ്ഠൻ, ഇങ്ങനെ കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. UPA സർക്കാർ ക്ലെയിം ചീറ്റ് നടത്തിയിട്ടും പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇത്രത്തോളം കടിച്ചു തൂങ്ങാനുള്ളതെന്നാണ് പത്മകുമാർ ബി.ജെ.പി. പ്രതിനിധി ചോദിക്കുന്നത്. ഇവിടെ ആസാദ് എന്ന് പുറത്തുവിട്ട തെളിവുകൾ, അശുതോഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ തെളിവുകളേക്കാൾ അതിനോട് ചേർത്ത് വയ്ക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. എന്താണ് ഒരു പക്ഷേ കൂടുതൽ വെളിവാകപ്പെടേണ്ടത്? ഇന്ന് ഏറ്റവും ഒടുവിലായി ആസാദ് പുറത്തുവിട്ട തെളിവുകളെ കൂടി ആധികാരികമായി എടുത്തുകൊണ്ട് വിലയിരുത്തിയാൽ. ഒന്ന്, 2006 മുതൽ 2010 അവസാനം വരെ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു അരുൺ ജെയ്റ്റ്ലി. അദ്ദേഹം അക്കാലത്ത് കോട്ട്ല ഗ്രൗണ്ട് നിർമ്മാണത്തിലടക്കം നടത്തിയ അഴിമതികൾ കൃത്യമായി ഒരു ജഡ്ജി അധ്യക്ഷനായ അന്വേഷണ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതിന്ന് ആം ആദ്മി അവരുടെ സൈറ്റിൽ ഇന്നലെ തന്നെ വിട്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിൽ കൃത്യമായി പറയുന്ന പേരുകളുണ്ട്. അതിൽ പല പേരുകൾ, ഇപ്പോൾ ലോകേഷ് ശർമ്മ എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകേഷ് ശർമ്മയ്ക്ക് അരുൺ ജെയ്റ്റ്ലിയുമായി എന്താണ് ബന്ധം? ലോകേഷ് ശർമ്മ തട്ടിപ്പ് വീരനാണ് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. നിരുപം ശർമ്മ എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പ് വീരൻ.
ഇതിൽ ഈ നിരുപം ശർമ്മ എന്ന് പറയുന്ന ആൾ ഒരു ചന്ദനത്തിരി കച്ചവടക്കാരനാണ്. അയാളാണ് ഈ സ്റ്റേഡിയം നടത്തിയത്, അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം നടത്തിയത് എന്നാണ് പറയുന്നത്. 3 കമ്പനികൾ ഇതിൽ പേര് പറയുന്നുണ്ട്. സ്റ്റെർലിംഗ്, അൾട്ടിമേറ്റ് IT, അഡ്വന്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഈ 3 കമ്പനികളുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ രേഖകളിലുള്ളതാണ്. ഈ 3 കമ്പനിയുടെ അഡ്രസ്സ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഇങ്ങനെ കമ്പനികൾ അവിടെ ഓഫീസിലുള്ളതായിട്ട് തന്നെ അറിയില്ല. സമീപത്ത് അവസാനം ചെന്നപ്പോൾ ഏതോ ഒരു മുറിക്കകത്ത് രഹസ്യമായി പ്രവർത്തിക്കുന്ന 3 കമ്പനികൾക്കാണ് ലക്ഷക്കണക്കിന് ഓർഡർ കൊടുത്തത്. എൻ്റെ സുഹൃത്ത് പത്മകുമാർ പറഞ്ഞിട്ടാൽ ഇത് അന്വേഷണമൊക്കെ ആരോ അന്വേഷിച്ച് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാ. എവിടെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞേ? അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് പബ്ലിക്കായി പുറത്തുണ്ട്. അരുൺ ജെയ്റ്റ്ലിക്ക് ബന്ധമില്ല എന്നാണെങ്കിൽ അത് നമുക്ക് വേറെ അന്വേഷിക്കണം. അരുൺ ജെയ്റ്റ്ലി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കോട്ട്ല ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ അഴിമതികളെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ തെളിവുകളടക്കം ഉന്നയിച്ച് വന്നു. ഇത് ആം ആദ്മി പാർട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് പറഞ്ഞു? നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു രസകരമായ ആരോപണം, എന്തോ വലിയ കൊടുങ്കള്ളനെ ആം ആദ്മി പാർട്ടി വെച്ചു. ആം ആദ്മി പാർട്ടി വെച്ചതല്ല, അദ്ദേഹം IAS-ലായിരുന്നിട്ട് ഒരുപാട് കാലമായി. ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ IAS-കാരനാണ് ഈ നേരത്തെ പറഞ്ഞ അന്വേഷണമുള്ള ആൾ. അദ്ദേഹം കുറ്റക്കാരനാണ്, ശിക്ഷിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ആം ആദ്മി പാർട്ടിയുടെ കാലത്ത് നടന്നതല്ല അഴിമതി, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയം. എൻ്റെ വിഷയം, ഞാൻ വീണ്ടും ക്രിക്കറ്റ് അസോസിയേഷനിലേക്ക് തന്നെ വരുന്നു. ക്രിക്കറ്റ് അസോസിയേഷനിലെ തർക്കം കൊണ്ടാണ് ഇത് പുറത്തു വന്നേ എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സത്യമല്ല എന്ന് പറയുന്നില്ല, തർക്കം കൊണ്ട് പുറത്തു വന്നു എന്നുള്ളൂ. ഇവിടെ ഇത് 100% ക്രിക്കറ്റ് അസോസിയേഷനിൽ ഒരു അഴിമതിയും അരുൺ ജെയ്റ്റ്ലിയുടെ കാലത്ത് നടന്നിട്ടില്ല എന്നാണ് പത്മകുമാർ പറയുന്നതെങ്കിൽ അരുൺ ജെയ്റ്റ്ലിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് വരാം. രണ്ടാമത്തെ കാര്യം, അരുൺ ജെയ്റ്റ്ലിയുടെ സ്വത്ത് സംബന്ധിച്ച് ഇന്നൊരു കണക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. 22 കോടിയാണ് അദ്ദേഹത്തിൻ്റെ 2006 സ്വത്ത്. 2012 120 കോടിയിൽ പരമായി എന്ന് പറയുന്നു. ഇതെങ്ങനെ ഉണ്ടായി? നേരത്തെ പറഞ്ഞ ലോകേഷ് ശർമ്മയ്ക്ക് ഇദ്ദേഹത്തിന് കുടുംബവുമായി ബിസിനസ്സുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്. ഈ ആരോപണങ്ങളാണ് നിഷേധിക്കേണ്ടത്. ലോകേഷ് ശർമ്മ, അതുപോലെ നിരുപം ശർമ്മ എന്ന് പറയുന്ന ചന്ദനത്തിരി കച്ചവടക്കാരൻ, ഇല്ലാത്ത വ്യാപാരി, ഇവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായി അന്വേഷണ കമ്മീഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായും താങ്കളിലേക്ക് എത്താം. കാരണം പത്മകുമാർ വ്യക്തമായി തന്നെ താങ്കളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയണം. കാരണം സാമ്പത്തിക സ്രോതസ് ഏത് രീതിയിൽ വന്നിട്ടുണ്ട്, മാത്രവുമല്ല ലോകേഷ് ശർമ്മ അടക്കമുള്ളവരുടെ ഒരു ഇടനിലക്കാരായി പ്രവർത്തിച്ച് 21st സെഞ്ചുറി എന്ന കമ്പനിക്ക് അതിന്റെ കമ്മീഷൻ അടക്കം നേടിക്കൊടുത്തു തുടങ്ങിയ ഒട്ടേറെ ആരോപണങ്ങൾ ഒരു പക്ഷേ നിലനിൽക്കുന്നു. അതിലൊക്കെ തന്നെ മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ ദേവദാസ്, ഒരു പക്ഷേ ആരോപണങ്ങളുടെ നിജസ്ഥിതിയിലേക്ക് പോയാൽ ആര് കൊണ്ടുവന്നു അല്ലെങ്കിൽ ആര് പുറത്തു വന്നു എന്നുള്ളതൊന്നും ഒന്നുമല്ല കാര്യം. ഇവിടെ രാഷ്ട്രീയമായ ദിശയിലേക്ക് കാര്യങ്ങളെ മാറ്റുമ്പോഴും വസ്തുതകൾ പ്രകടമായി നിൽക്കുന്നു. കണക്കിലെ ശരിയില്ലായ്മ, പ്രത്യേകിച്ച് അരുൺ ജെയ്റ്റ്ലിയെ പോലെ കണക്കുകൾ പഠിച്ച് കൂട്ടിയും കിഴിച്ചും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, മാത്രവുമല്ല അതിന് മറുപടി എന്ന നിലയിൽ BJPക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? ആസാദ് കൂടി ആവർത്തിച്ച് കണക്കുകൾ സഹിതം പറയാവുന്നതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് മാധ്യമങ്ങളുടെ നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഇത് മുമ്പേ കുറേ ചർച്ച ചെയ്ത BCCIൻ്റെ ശ്രീനിവാസൻ എന്ന് പറയുന്ന വീരപ്പനായെങ്കിൽ അതിൻ്റെ കൂട്ടാളി ബണ്ടി ചോസ് ഈ അരുൺ ജെയ്റ്റ്ലി കോട്ടിട്ട വീരപ്പന്മാരായി ഇതല്ല കാലാകാലമായിട്ട്. അത് പക്ഷെ പിടിക്കാൻ പറ്റാത്ത എന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും അഴിമതി ലീഗിൻ്റെ 2020 ഡൽഹിയിൽ നടക്കുന്ന ഏത് കാലവും സ്പോർട്സിൻ്റെ വേറെ ഏത്, ഇപ്പോൾ കൽമാടീനെ വെച്ചിട്ടായെങ്കിലും ഇതെങ്കിലും. ഇതിപ്പോൾ ഈ പത്മകുമാർ ഇനിയിപ്പം പറയും രാഷ്ട്രീയത്തിൻ്റെ ഡിഫൻസേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം പറയായിരുന്നെങ്കിൽ എന്താണ് ആസാദ് പറഞ്ഞത്? കീർത്തി ആസാദ് കഴിഞ്ഞ കൊല്ലം പത്മകുമാർ ഒന്ന് പോകണം, IP എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ജെയ്റ്റ്ലിക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് കേസ് എടുക്കാൻ വേണ്ടി പോയത് ഈ ഒരേ പാർട്ടിയിലുള്ള MP-യാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അത്? എന്നിട്ട് കേസ് എടുക്കാണ്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേ. ഇതെല്ലാം മൊത്ത കച്ചവടക്കാരാണ്. അതുകൊണ്ടാണ് 24 കോടീൻ്റെ എസ്റ്റിമേറ്റ്. ഒന്ന് ആലോചിക്കുക, ഒന്ന് ആലോചിക്കുക. 24 crores ആണ് എസ്റ്റിമേറ്റ്. 2003 ആണ് അത് CR പറഞ്ഞു. 2003 to 2012 ആണ് പ്രസിഡന്റ്ഷിപ്പ് ഓഫ് ജെയ്റ്റ്ലി. അതിൻ്റെ ഇടയിലാണ് 2003 ഫിറോസ് ഷാ കോട്ട്ല, അതും 48-ലുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ ഓൾഡസ്റ്റ് സ്റ്റേഡിയമാണ്. എന്നിട്ട് ഇതിൻ്റെ റെനോവേഷനാണ് പറയുന്നത്. റെനോവേഷന് 24 കോടി എസ്റ്റിമേറ്റ് ഇട്ട് ഞങ്ങൾ മാക്സിമം ഒരു ഏത് വീരപ്പം കട്ടാലും ഒരു 10 കോടിയല്ലേ അധികമാക്കുള്ളൂ.
24 കോടിൻ്റെ എസ്റ്റിമേറ്റ് ആണ് 114 കോടി. ഈ പത്മകുമാറിന് 1 കോടിക്ക് വേണ്ടി മാണീനെ പുറത്താക്കിയ ആളെ ഇത് പറയുന്നത് നോക്കണം. 114 കോടി. ആ 114 കോടിയാണ് ഈ 3 കമ്പനിയല്ല 14 18 കടലാസ് കമ്പനികൾ പോയാൽ ഏതെങ്കിലും മാട പീടിയല്ല സ്റ്റോർ മുറിയാ കാണുന്നു ഇവർ പോയപ്പോൾ. അതാണ് വിക്കി സിംഗ് കീർത്തി ആസാദ് പുറത്തു വിട്ടത്. ബാക്കി അമിത്ഷാ പറഞ്ഞുകൊണ്ട് പറയാണ്ടത് അതാ ബിഷൻ സിംഗ് ബേഡിയെല്ലാം പറഞ്ഞ. പിന്നെ ഒന്ന് ആലോചിക്കണം, ടീമിൽ കയറണ്ടെങ്കിൽ പൈസ വാങ്ങിയ കള്ളന്മാരുടെ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ, നമ്മളെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പോലും ചെയ്തൊന്നുമില്ല. ഈ കാശ്മീരിൽ ഫാറൂഖ് അബ്ദുള്ള, പിന്നെ ഈ അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിൽ കേസുണ്ട്, വിജിലൻസ് കേസ് നടക്കുന്നു, ലാൻഡ് കേസ്, ക്രിക്കറ്റ് സ്റ്റേഡിയമായിട്ട്. അപ്പോൾ ക്രിക്കറ്റ് ഇവർക്ക് ഈ കക്കാനുള്ള വേദിയും, പൊളിറ്റിക്സിൽ മാന്യനായിട്ട് കോടതിയിലെ വക്കീലാണ്, ഞാൻ വൈസ് പ്രസിഡന്റാണ്. എന്തുകൊണ്ട് ഈ 2003 തൊട്ട് 2000 ഞാൻ നേരിട്ട് ഇടപെട്ടില്ല. ഇതിൽ പറയുന്ന പത്മകുമാർ പറയുന്ന ഫ്രോഡ്, സൂപ്പർ ഫ്രോഡ് ഓഫീസിൻ്റെ ഇതിൽ ഒരു കേസ് എന്ന് പറയുന്നത് നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ പ്രസിഡൻ്റായിട്ട് പിന്നെ എന്തിനാണ് നിന്നത്? അതുകൊണ്ടല്ലേ നരേന്ദ്രമോദി ഗുജറാത്ത് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത്, അമിത്ഷാ നിൽക്കുന്നത്. ഇപ്പോൾ മറ്റേ സോണിയാഗാന്ധിൻ്റെ മോന മക്കളാ വരുന്നതെന്ന് പറയുന്ന ലീനിയേജ് പറയുന്ന അമിത്ഷാൻ്റെ മോനെയല്ലേ ആക്കിയിട്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറിയവർ ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫ്. ഇവർക്ക് ഈ കാവ്യ കൊടുത്തവർക്ക് എവിടെയാണ് ക്രിക്കറ്റ് അറിയുക? എന്നിട്ട് എന്തിനാ പൈസ കണ്ടാൽ ഇവർക്ക് ഇസമൊന്നുമില്ല. അത് കോൺഗ്രസ് ആയിട്ടും ഇവർ, അതാണ് 2020 ശരിക്കും നടക്കുന്ന അഴിമതിൻ്റെ 2020. അതാണ് ഈ എസ്കലേറ്റഡ് പ്രൈസ്, അതിൻ്റെ കണക്ക് കുറേ പേപ്പറിലുണ്ട്. അപ്പോൾ ഇവരെ പിടിക്കണ്ടെങ്കിൽ ആപ്പിന് ഇതിലൊന്നും ഇതില്ല. അതിൽ രാഹുൽ മെഹ്റയുണ്ട്. രാഹുൽ മെഹ്റ പണ്ടേ ഇവരെതിരെ DDCA എതിരെ കേസിന് പോയതാ. അവൻ ഇപ്പോൾ ആപ്പിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ വിവരമുള്ളത്. അതുകൊണ്ടാണ് ആപ്പ് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഇവർക്ക് ക്ലിപ്ഡ് വിങ്സ് ആണ്, സ്റ്റേറ്റിൻ്റെ പവേഴ്സ് ഇല്ല, യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പോൾ ഇവർ ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സമിതി രൂപീകരിച്ച് ഗോപാൽ സുബ്രഹ്മണ്യത്തോട് അന്വേഷിക്കാൻ ഇന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആപ്പിന് ചെയ്യാനുണ്ടെന്ന് ചെയ്യുന്നത് ശ്രീ ദേവദാസ് ഒരുപക്ഷെ ഉന്നയിച്ച ആരോപണങ്ങളും CBI റെയ്ഡടക്കം പരാമർശിക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങളൊക്കെ തന്നെ കണ്ട് സംസാരിച്ചതിന്റെ ഒക്കെ തന്നെ ഏറ്റവും പുതിയ തലത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ ആരോപണങ്ങളൊക്കെ തന്നെ അരക്കിട്ടുറപ്പിക്കപ്പെടുകയാണ്. ഞാൻ PV തോമസിലേക്ക് പോകുന്നു. ശ്രീ PV തോമസ്, താങ്കൾ ദില്ലിയിൽ നിന്നും കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു മാധ്യമപ്രവർത്തനാണല്ലോ. ഇന്ന് ഒരുപക്ഷെ ആസാദ് വലിയ വെടിയൊക്കെ തന്നെ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ വന്നെങ്കിലും അദ്ദേഹം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അഴിമതിയുടെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരിമിതി, ഒരുപക്ഷെ അമിത്ഷാ അടക്കം ഇടപെട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം, കാരണം നേരത്തെ അദ്ദേഹത്തിന് അന്ത്യശാസനം നൽകി. ആ സാഹചര്യത്തിലാകണം അദ്ദേഹം ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ പറഞ്ഞത്. എങ്കിൽ കൂടിയും CBI റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ചേർത്ത് വയ്ക്കപ്പെടുന്നു. ഇന്നിപ്പോൾ പുതിയ തെളിവുകളൊക്കെ തന്നെ വരുന്നുണ്ടെങ്കിൽ ആരോപണങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണോ ജയിലിലേക്കെതിരെയുള്ള? അരുൺ ജെയ്റ്റ്ലി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു MP, ബാഗൽപൂർ MP-യാണ് ഒരു ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്ററാണ്, നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം വച്ചിരിക്കുന്ന ആരോപണങ്ങൾ, കീർത്തി ആസാദ് വെച്ചിരിക്കുന്ന ആരോപണങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവമായിട്ട് എടുക്കണം. മുഖവിലയ്ക്ക് എടുക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ഗൗരവമായിട്ട് എടുക്കണം. ഈ പറയുന്നത് പോലെ അരുൺ ജെയ്റ്റ്ലിക്ക് ഒരു ശുദ്ധിപത്രം നൽകാൻ ആർക്കും സാധിക്കില്ല. BJP പറയുന്നതാണ് എംപെക്കബിൾ റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത്, ഇൻറ്റഗ്രിറ്റി അദ്ദേഹത്തിൻ്റെ വളരെ ഉയരമാണെന്നും എല്ലാം പറയുന്നു. ശരിയായിരിക്കാം, അതുതന്നെയൊക്കെ ആയിരുന്നു സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇവരും പറഞ്ഞതും. പക്ഷേ ഇന്നലെ കോടതിയിൽ പോകേണ്ടി വന്നു, കോടതിയിൽ പോയി പ്രതികൂട്ടിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ആരോപണങ്ങൾ നമുക്ക് ഇവിടെ ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് അറിയാവുന്ന DDCA അധ്യക്ഷനായിരുന്നു, വളരെ കാലം അധ്യക്ഷനായിരുന്നത്. എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ 1999 തൊട്ട് 2013 വരെയാണ്. അത് വേറെ ഒരു പാനലിസ്റ്റ് പറഞ്ഞു, വേറെ വർഷം പറഞ്ഞു, അതായിരിക്കാം ശരി, അല്ലെങ്കിൽ ഞാനായിരിക്കാം ശരി, അതെന്തുമാകട്ടെ. അദ്ദേഹം വളരെ കാലം DDCA അധ്യക്ഷനായിരുന്നു. ആ കാലത്ത് നടന്ന കാര്യങ്ങളിൽ വളരെയധികം പ്രോക്സി വോട്ടിംഗ് വരെ പറയുന്നുണ്ട്. പ്രോക്സി വോട്ടിംഗ്, ഇതുപോലെ ഫൈനാൻഷ്യൽ റെഗുലേറ്ററീസ്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി തീർച്ചയായിട്ടും ശുദ്ധനായിട്ട് തിരിച്ചു വരണം. അദ്ദേഹം വരട്ടെ. പക്ഷേ അന്വേഷണം വേണം. ആം ആദ്മി പാർട്ടിയുടെ പഴിയായിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ റെഗുലേറ്ററി ചെയ്തിട്ടുണ്ടെങ്കിൽ, സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധി ചെയ്ത പോലെ തന്നെ അദ്ദേഹത്തെയും പ്രതിക്കൂട്ടിൽ കൊണ്ടുവരണം. വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെ അടിസ്ഥാനപരമായിട്ട് ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് രാഷ്ട്രീയ കായിക മോഡികളുടെ അധ്യക്ഷനായിട്ട് വരുന്നു? ശരത് പവാറുണ്ട്, അതുപോലെ തന്നെ ജെയ്റ്റ്ലി ഉണ്ട്, പലരും ഉണ്ട്. അതൊക്കെ വേറൊരു കാര്യമാണ്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും അരുൺ ജെയ്റ്റ്ലിയുടെ മേലിൽ പ്രഥമ ദൃഷ്ട്യാ ആരോപണം ഉണ്ട്. അതിൽ ജനങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അത് ബിഷൻ സിംഗ് ബേദിയോ അത് കീർത്തി ആസാദോ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല,
അതിവിടെ തന്നെ പരക്കെയുള്ള ഒരു ചോദ്യം ചർച്ചയാണ്. അത് ആരെല്ലാം ക്രിക്കറ്റേഴ്സ് അവർക്ക് ഇവരെല്ലാം പരസ്പരം അന്യോന്യം യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ വിൽ സ്ക്രാച്ച് മൈ യുവർ ബാക്ക് എന്ന് പറയുന്ന രീതിയിലാണ്. അങ്ങനെയാണ് പരസ്പരം ഇവർ നിൽക്കുന്നവരാണത്. അതായിരിക്കില്ല. പക്ഷെ നമുക്ക് വേണ്ടത് ആം ആദ്മി പാർട്ടി കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. അത് CBI അന്വേഷണമാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ധനകാര്യമന്ത്രി കണക്കുകൾ പിഴയ്ക്കാത്ത ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, അതിനൊരു പക്ഷേ ഒരു അന്വേഷണ ഏജൻസിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എന്തിനീ ഒരു പിടിവാശി? അതല്ല, ഇതില് ഈ ദേവദാസിനെ പോലുള്ള ഈ BJP തിമിരം ബാധിച്ചവർക്കാണ് ഇങ്ങനെ ഈ ഒരു ആവേശം കൊണ്ട് പറയുന്നത്. ഇതിൽ എന്താ BJPക്കുള്ള റോള്? ഈ ഇപ്പം പറഞ്ഞു ഒരു എസ്കലേഷൻ്റെ കാര്യം പറഞ്ഞു. എന്താ സംഭവിച്ചത്? 26,000 പേർക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള അതിനെ പുതുക്കി പണിത് തന്നെയാണ്. അതിന് വലിയ കപ്പാസിറ്റി കൂട്ടി വന്ന സമയത്ത് അതിൻ്റെ ചാർജ് കൂടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൊടുത്തിട്ടുണ്ട്. ഈ വ്യാജ കമ്പനികൾ എവിടെ നിന്ന് ഈ പറയുന്ന 9 കമ്പനികൾ രൂപീകരിച്ചിരിക്കുന്നു, 57 കോടി രൂപയോളം. ശ്രീ പത്മകുമാർ, അത് എവിടെ പോയി? കാരണം എവിടെ കട്ടുമുടിച്ചാലും ഒരു പരിധി അല്ലെങ്കിൽ 100ലേക്ക് സംഖ്യയും കടന്നു പോകുമ്പോൾ അവിടെ എന്ത് നവീകരണമാണ് നടത്തിയത്? അന്ന് ഇതിന്റെ തലപ്പത്ത് നിന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ബാധ്യത വരില്ലേ? അത് വരുമോ ഇല്ലയോ? എന്റെ ചോദ്യം അതാണ്. ഞാൻ പറഞ്ഞോട്ടെ, അന്വേഷണം നടക്കട്ടെ. ആരെങ്കിലും അന്വേഷണത്തെ എതിർക്കുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് അന്വേഷിക്കേണ്ടത് ആരാ? ഈ ഫണ്ട് കൊടുക്കുന്നത് ആരാ? ഇത് നമ്മുടെ BCCI ആണ്. അവരാണ് അന്വേഷിക്കേണ്ടത്. അവരന്വേഷിക്കട്ടെ. അതിനെ സംബന്ധിച്ച് അവരെ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്, അതിന് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 2 വലിയ ഓഡിറ്റേഴ്സ് അവർക്ക് BCCI കൊണ്ട് അവർ ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞാനൊന്ന് നിങ്ങൾ റെയ്ഡ് നടത്തി ഒരുപക്ഷേ ഇതിന്റെ വസ്തുതകളിലേക്ക് തടയിടുന്നത് എന്തുകൊണ്ടാണ്? 1999 മുതൽ 2013 വരെ അരുൺ ജെയ്റ്റ്ലി പ്രസിഡന്റ് ആയിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ UPA ഭരിച്ചില്ലേ? നിങ്ങളുടെ CPM-ന്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന UPA രണ്ട് പാർട്ടികളും അല്ലെങ്കിൽ രണ്ട് കക്ഷികളും അഴിമതിയുടെ കാര്യത്തിൽ ക്രിക്കറ്റിന്റെ കാര്യം വരുമ്പോൾ ഒരേ നിലപാടിലേക്ക് പോകുന്നു. പാർട്ടി ഏതായിക്കോട്ടെ, ഇന്ത്യയിൽ ജുഡീഷ്യൽ സംവിധാനം ഉണ്ടല്ലോ, ആർക്കെങ്കിലും പോകാമല്ലോ. ഈ കളിക്കാരായിട്ടുള്ള സേവാഗ്, ഗൗതം ഗംഭീർ എല്ലാം എന്താ പറഞ്ഞത്? ഇത്രയും നല്ല ഡൽഹിയില് ഒരു ടാക്സ് പെയർ ഒരു പൈസ ഓഡിറ്റിംഗ് അവർക്ക് സാധ്യമാക്കി. ഈ പറയുന്ന ഞാനൊരു കണക്കുകളിലേക്ക് ഈ സേവാഗിന്റെയും അല്ലെങ്കിൽ സേവാഗിന്റെയാണ് താങ്കൾ ഇന്ത്യയിലെ ഒരു ടാക്സ് പെയർ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഡൽഹി ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കിയത്. ഒരു പൈസ ഇന്ത്യ ഗവൺമെന്റിലില്ല. 43ഓളം കോർപ്പറേറ്റ് കമ്പനികൾക്ക് 10 വർഷത്തേക്ക് 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ് അവർക്ക് കൊടുത്ത് ആ രീതിയിലുള്ള കാശ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 58 കോടി രൂപ സിവിൽ വർക്കുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ് പ്രോജക്ട് ഇന്ത്യ എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കാണ്. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. ശ്രീ ദേവദാസ്, ഇദ്ദേഹം പറഞ്ഞത്, നീലകണ്ഠൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അരുൺ ജെയ്റ്റ്ലിയുടെ ഫണ്ട്, ഈ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അറിയാലോ. അദ്ദേഹം ഒരു അപ്പിയറൻസിന് 1 ലക്ഷം രൂപയാണ്. അവിടെ നിൽക്കട്ടെ. കാരണം ശ്രീ ദേവദാസ്, ഈ നിജസ്ഥിതികൾ വളച്ചൊടിക്കപ്പെടുകയാണോ? കാരണം പ്രകടമായ കാര്യങ്ങളെ ശ്രീ പത്മകുമാറും BJPയും വളച്ചൊടിക്കുന്നുണ്ടോ? ഇത് ഈ അഴിമതി വരുമ്പോൾ ഈ ഗഡ്കരിൻ്റെ കടലാസ് കമ്പനീൻ്റെ കണ്ടിട്ടില്ല. അപ്പോൾ പത്മകുമാർ ഡിഫെൻഡ് ചെയ്തു. ഇപ്പോൾ ഈ ലളിത് മോഡിൻ്റെ പ്രശ്നം ഇതിൽ കണക്ട് ചെയ്യൂ. നിങ്ങൾ എന്തുകൊണ്ട് ഈ ജെയ്റ്റ്ലി എല്ലാം ലളിത് മോഡിനെ സപ്പോർട്ട് ചെയ്യുന്നു സുഷമ എന്ന് കണ്ടാൽ മതി. അതിൻ്റെ തുടർച്ച കണ്ടാൽ മതി. 3000 കോടിയുള്ള ലളിത് മോഡി ഇപ്പോൾ രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ റെഡ് കോർണർ നോട്ടീസായിട്ട് എന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവർ ദാവൂദിനെ പറയുമ്പോൾ എന്നിട്ട് മിഞ്ഞാന്ന് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫ് എന്താ പറയുക, അമീൻ പത്താൻ എന്ന് പറഞ്ഞ ഇവരുടെ സ്റ്റേറ്റിൻ്റെ പത്മകുമാറിനെ പോലത്തെ ഒരു ലീഡർ നോ കോൺഫിഡൻസ് മോഷൻ നീക്കിയിട്ടാണ് ലളിത് മോഡിനെ നീക്കിയത്. അപ്പോൾ എവിടുന്നോ 6 മാസം കഴിഞ്ഞ് പൈസ വന്നെന്ന് തോന്നുന്നു. പൈസ വന്നപ്പോൾ ഇവർക്ക് ഈ തിമിരല്ല, ഈ നാട്ടുകാരെ പറ്റിക്കേണ്ട അരിയാഹാരമുള്ള. എന്നിട്ട് മിഞ്ഞാന്ന് അത് പത്മകുമാർ വായിച്ചില്ലേ? ലളിത് മോഡിനെ രാജസ്ഥാൻ ക്രിക്കറ്റ് ചീഫ് പിന്നെ
പിന്നെ BCCI ഒരു ഈ പത്മകുമാറിന് ഈ ക്രിക്കറ്റിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. BCCI ഒരു ഓട്ടോണമസ് ബോഡി, അതുകൊണ്ടാണ് കോടതിയിൽ ഇവർക്ക് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജെറ്റ്ലി പറയുന്നു ഞാൻ 10 കൊല്ലമായിട്ട് നേരിട്ട് ഇടപെട്ടില്ല, പിന്നെ എന്തിനാ പ്രസിഡന്റായിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് മൻമോഹൻ സിംഗിന് പറഞ്ഞൂടെ ഞാൻ നേരിട്ട് ഇടപെടുന്നില്ല എന്ന്? നിങ്ങൾ എന്തിനാ മുഖ്യമന്ത്രിനെ പറയുന്നത്? അതൊന്നും അതിലൊരു തെറ്റുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും വേണ്ടി ചെയ്ത് അതിൽ അഴിമതിയാണെന്ന് പറയാം. കോർപ്പറേറ്റിന് കൊടുത്തതിലും മദ്യശാലിയാണ്. കോർപ്പറേറ്റ് ബോക്സ് എന്ന് പറഞ്ഞ 36 ക്രോസ് ജനങ്ങളെ ആപ്പിന്റെ ഡൽഹിയിലെ ഗ്രൗണ്ടാ, ജനറൽ മൈതാനം. അതിൻ്റെ ലീസിൽ നിങ്ങൾ തട്ടിപ്പ് നടത്തി ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ നിന്ന് സബ്സിഡി ഹോൾഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിയിട്ട് സബ്സിഡി വാങ്ങി, എന്നിട്ട് ഈ ഞങ്ങളുടെ പബ്ലിക് ഗ്രൗണ്ടാണ്, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് കോർപ്പറേറ്റിന് 1 ലക്ഷത്തിന് കൊടുത്തത്? നിങ്ങളെ തുറന്നു ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു. സിആറിലേക്ക് എത്താം, ദേവദാസിലേക്ക് എത്താം. മറുപടി എന്തായാലും പത്മകുമാർ പറയേണ്ടതുണ്ട്. സിആറിലേക്ക് പോകുന്നത്, ശ്രീ സിആർ, ഇവിടെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ചില പരിശോധനകളൊക്കെ ആ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്, മറ്റ് ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയുടെ ഒക്കെ തന്നെ കണ്ടെത്തലുകൾ അതിനകത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള എറേഴ്സ് ഒന്നും സ്ഥാപിച്ചിട്ടില്ല. മാത്രമല്ല ക്ലീൻ ചിറ്റ് UPA സർക്കാരിൻ്റെ കാലത്താണ് നടന്ന ഇക്കാര്യങ്ങളൊക്കെ. എന്നിട്ട് കൂടി രാഷ്ട്രീയ ആയുധമായി എടുത്ത് അരുൺ ജെയ്റ്റ്ലിക്കെതിരെ പ്രയോഗിക്കാമായിരുന്നിട്ട് കൂടി അതിൻ്റെ ഒന്നും തെളിവുകളിലേക്കൊന്നും പോകാനുമായിട്ടില്ല. പിന്നെ എന്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം AAP ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന ചോദ്യമാണ് പത്മകുമാർ ഉന്നയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് 2 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ക്രിക്കറ്റർ നടത്തിപ്പുകാരും തമ്മിലുള്ള ബന്ധം ഒരു രഹസ്യമേ അല്ല. ഒന്ന്, അത് ഞാൻ അതിനെപ്പറ്റി പറയേണ്ടതില്ല. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. നേരത്തെ ദേവദാസ് പറഞ്ഞതുപോലെ ശരത് പവാറും അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും ഒക്കെ ഒരേ ആളുകളാണ്. ഇപ്പോൾ ലളിത് മോഡിയെ സംരക്ഷിക്കാൻ UPA സർക്കാർ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ സർക്കാർ ചെയ്തു എന്ന് നമുക്കറിയാം. പാവം സുഷമ സ്വരാജ് അധികാരമേറ്റ ആദ്യം ചെയ്ത പണി ലളിത് മോഡിയെ സഹായിക്കാൻ ചെയ്യല. അത് വലിയ വിവാദമായി. ലളിത് മോഡിയുടെ കൂടെയാണ് സുഷമ സ്വരാജിൻ്റെ ഭർത്താവും മകളും ജോലി ചെയ്യുന്നത് എന്നതൊരു രഹസ്യമല്ല, കമ്പനിയാണ്. ഇതൊക്കെ ഒരു കൂട്ട് കമ്പനിയാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ശ്രീ പത്മകുമാർ പറഞ്ഞ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഇത് പൊതുപണമല്ല. ഇവിടെയാണ് BCCI എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളത്. എന്താ കാര്യം? ഞങ്ങൾ പൊതുസ്ഥാപനമല്ല, ഞങ്ങൾ കോർപ്പറേറ്റുകളിൽ നിന്ന് പിരിക്കുക. യഥാർത്ഥത്തിൽ ഇത് പൊതുപണം തന്നെയാണ്. അതെങ്ങനെയാണ് വരുന്നത്? 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഇതിന് നികുതി ഇളവുകൾ കാര്യമായി കൊടുക്കുന്നുണ്ട്, വലിയ തോതിൽ നികുതി ഇളവുകൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം, ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾ നൽകുന്ന പണം എവിടെ നിന്ന് പിരിക്കുന്നതാ? അവരുടെ പരസ്യങ്ങൾ എവിടെന്നാ? അത് നാട്ടുകാർ കൊടുക്കുന്ന പണമാണ്. പരസ്യം കൂടുതൽ ചിലവാക്കിയാൽ അത് അപ്പോൾ കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന അഴിമതി പണവും അവരുടെ പണമല്ല എന്ന് പറയാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം, നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം, ഇവിടെ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്വേഷണത്തിൽ പലപ്പോഴും തെറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീനിവാസനെതിരെ പറഞ്ഞു. ശ്രീനിവാസനെതിരെ എന്തെല്ലാം ആരോപണമുണ്ട്? ആകെ ശ്രീനിവാസനെ ചെയ്യാവുന്നത് ശ്രീനിവാസനെ സ്ഥാനത്തുനിന്ന് മാറ്റാം എന്നുള്ളതാണ്. ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി അങ്ങനെ പറ്റുള്ളൂ. കാരണം നാളെ ചിലപ്പോൾ ശരത് പവാർ പിടിക്കപ്പെടും. അരുൺ ജെയ്റ്റ്ലിയെ വല്ലാതെ പിടിച്ചാൽ ശരത് പവാർ പിടിക്കും. അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിൽ ഒത്തുകളിച്ച് പോകും. ഇപ്പം എന്താ സംഭവിച്ചത്? ഇതൊന്നുമല്ലാത്ത ആളുകൾ ഇത് അന്വേഷിക്കാൻ പുറപ്പെട്ടു. ഇപ്പം നവംബറിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നവംബറിൽ ജഡ്ജിമാർ വെച്ച് അന്വേഷിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, തൻ്റെ കാലത്ത് നടന്ന ഒരു അഴിമതിക്ക് തനിക്കൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് ഈ ജെയ്റ്റ്ലി പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, ഒരു അഴിമതി നടന്നാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടോ, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ജെയ്റ്റ്ലിക്ക് ഒരുപാട് ഇത് കിട്ടുന്നുണ്ടെന്ന്. അദ്ദേഹത്തിന് വലിയ വരുമാനമുണ്ട്, 1 മണിക്കൂർ വാദിച്ചാൽ 1 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. അദ്ദേഹം പ്രമുഖനായ അഭിഭാഷകനാണ്. പക്ഷേ അതിൽ നിന്നാണോ ഈ വരുമാനം ഉണ്ടായത്? ആരന്വേഷിക്കും? അപ്പോൾ അന്വേഷിക്കണം. അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രി ആയിരുന്നുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റുകാർ അന്വേഷിക്കുമോ? അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് അന്വേഷണത്തിന് എന്താ വിലയുള്ളത്? അവിടെയാണ് പ്രശ്നം. ആരാ അന്വേഷിക്കേണ്ടത്? എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കണം. എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുമോ? അദ്ദേഹത്തിന്റെ കീഴിലുള്ള മന്ത്രിയാണ്, അദ്ദേഹമാണ് അതിന്റെ മന്ത്രി. വേണം. അതാണ് ചോദ്യം. അല്ല, ഞാൻ പറയട്ടെ,
14 മെയ് മാസം 26-ാം തീയതി ഇവിടെ ഭരിച്ചത് ചോദിച്ചോളൂ, യു.പി. ആണല്ലോ. എനിക്ക് ഉത്തരം. അന്ന് അരുൺ ജെയ്റ്റ്ലിക്ക് പൈസ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷിക്കാത്തത്. പക്ഷെ അതാണ് പറഞ്ഞത്, രണ്ട് അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും അല്ലെങ്കിൽ അഴിമതിയുടെ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ അതിന്റെ വസ്തുതയിലേക്ക് കാരണം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഒരു പക്ഷേ കാണുന്നത്. ഞാൻ പി വി തോമസ് CR നീലകണ്ഠൻ പറഞ്ഞു ഇങ്ങനെ ഈ കോർപ്പറേറ്റ് ഇവിടെ ടാക്സ് എക്സംഷൻ ഈ ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഇടക്കൊച്ചി ഗ്രൗണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് 25 കോടി രൂപയ്ക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വസ്തുവാക്കിയ സമയത്ത് കേരളത്തിൽ ഇടതുപക്ഷമായിരുന്നു ഭരിച്ചോണ്ടിരുന്നത്. ശർമ്മയായിരുന്നു രജിസ്ട്രേഷൻ മന്ത്രി. എക്സംഷൻ കൊടുത്തത് ടാക്സ് അതൊക്കെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അതാത് കാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ ആനുകൂല്യങ്ങൾ കൊടുക്കും. അത് സ്വാഭാവികം തന്നെയാണ്. അതാണ് പ്രശ്നം. അതാണ് ഇവിടെ അന്വേഷണം ഒരു പക്ഷേ ശർമ്മക്കെതിരെ ആരെങ്കിലും അന്വേഷണം നടത്തിയോ? അഴിമതിയാണ്. താങ്കളിലേക്ക് ശ്രീ പി വി തോമസ്, ഇവിടെ പത്മകുമാർ ഒരുപക്ഷെ ആരോപണം UPA സർക്കാരിലേക്ക് എത്തിക്കുന്നു. UPയുടെ സർക്കാർ എന്തുകൊണ്ട് UPയുടെ കാലത്ത് അന്വേഷിച്ചില്ല? അവിടെയാണ് ഒരുപക്ഷെ പി വി തോമസ് നേരത്തെ ദേവദാസ് മുന്നോട്ട് വെച്ച കാര്യം. ക്രിക്കറ്റിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് രണ്ടുപേരും കൈകോർക്കുന്നു. രാജീവ് ശുക്ലയുടെ കാര്യം ഞാൻ പ്രതിപാദിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പദവി വഹിച്ച കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു സമരസപ്പെടൽ ഉണ്ടോ? താങ്കൾ ദില്ലിയിൽ നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് നിജസ്ഥിതി. ക്രിക്കറ്റ് തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയ നെക്സസ് ഉണ്ട് അതിൽ. അത് കാശിന് വേണ്ടിയാണ്, അങ്ങനെ അതിൻ്റെയൊക്കെ സൃഷ്ടിയാണ് നമ്മൾ പറയുന്ന ഈ മോഡിയും എല്ലാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിക്കറ്റിനെ അല്ലെങ്കിൽ സ്പോർട്സിനെ തന്നെ കായിക വേദിയെ തന്നെ നമ്മൾ ഈ കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ നെക്സസിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തണം. പക്ഷേ പണം ആവശ്യമാണ്, ശരിയാണ്, സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. സഹാറ സ്പോൺസർ ചെയ്തു ക്രിക്കറ്റിനെ, അതുപോലെ ഒത്തിരി ബിസിനസ് ഹൗസുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡയബോളിക്കൽ ഈവിളായിട്ടുള്ള സംഭവങ്ങൾ വളരെയേറെയുണ്ട്. അഴിമതിയുണ്ട്. ഈ ലളിത് മോഡി എല്ലാം അതിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ വരുന്നത് അരുൺ ജെയ്റ്റ്ലിയിലേക്കാണ്. അരുൺ ജെയ്റ്റ്ലിക്കെതിരായിട്ട് വരുന്ന ആരോപണങ്ങൾ, അദ്ദേഹം പറയുന്നു അദ്ദേഹം നേരിട്ട് ഇടപെടാറില്ലെന്ന്. അത് വലിയ തെറ്റാണത്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അദ്ദേഹം ഇതിലേക്ക് വരരുത്. ശരത് പവാർ വരരുത്, അങ്ങനെ ആരും വരരുത്. ഇത് കായിക താരങ്ങൾക്ക് വിട്ടുകൊടുക്കുക, ബിഷൻ സിംഗ് വിട്ടുകൊടുക്കുക, കപിൽ ദേവിന് വിട്ടുകൊടുക്കുക, PT ഉഷയ്ക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ ചെയ്യാതെ ഈ വ്യവസായികളെയും രാഷ്ട്രീയക്കാരെയും ഇതിൽ ഉൾപ്പെടുത്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമുക്കറിയാം രാജീവ് ശുക്ലയുടെ കാര്യം അറിയാം. അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം INS ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അദ്ദേഹം വലിയ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ മെമ്പറാണ്, അതുപോലെ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ആളുമാണ്. ഇവരൊക്കെ ചെയ്യുന്ന കാര്യം നല്ലതാണോ ചീത്തയാണോ, അഴിമതി എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം ഇതുപോലെയുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അരുൺ ജെയ്റ്റ്ലിയുടെ കാര്യത്തിൽ നമ്മൾ അദ്ദേഹം വളരെയധികം ഇന്റഗ്രേറ്റ് ഉള്ള ആളെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പ്രിന്റർ വാടകയ്ക്ക് കൊടുത്തതോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാടകയ്ക്ക് കൊടുത്തതിന്റെയോ കണക്കുകൾ മാത്രം അല്ലെ ഒരു കമ്പനിയുടെ മാത്രമേ വന്നിട്ടുള്ളൂ. കീർത്തി ആസാദ് പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഇതിന്റെ ഗ്രാവിറ്റി, ഈ ഒരു സ്കാമിന്റെ ഗ്രാവിറ്റി പരിശോധിച്ചാൽ ഉണ്ടോ? കാരണം ഈ പറയുന്ന 114 കോടി രൂപയോളം ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം ഇന്ന് കടന്നിട്ടില്ല. ഒരു പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ അമിത്ഷാ അടക്കമുള്ളവർ നടത്തിയിട്ടുണ്ടോ? ആസാദ് എന്ന് എല്ലാ കാര്യങ്ങളും പറയാതെ പറയുകയായിരുന്നു, ചില കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ ഒരു യുക്തി പരിശോധിച്ചാൽ നമുക്കൊന്നും തള്ളിക്കളയാനാവുകയില്ല ഈ കാര്യത്തിൽ. കാരണം സുരേഷ് കൽമാടിയുടെ കാര്യം നമുക്കറിയാം. സുരേഷ് കൽമാടി എന്താണ് ചെയ്തത് കോമൺവെൽത്ത് ഗെയിംസിൽ? അപ്പോൾ അതുകൊണ്ട് ആ അനുഭവം വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള തീർച്ചയായിട്ടും ഉണ്ടാകും. ഷീലാ ദീക്ഷിതിന് ഞാൻ കുറ്റം പറയുന്നില്ല, കോൺഗ്രസിന് സുരേഷ് കൽമാടിയുടെ അതിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിന് വ്യക്തിപരമായിട്ടൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലിയുടെ കാര്യത്തിലും വ്യക്തിപരമായിട്ടൊരു പശ്ചാത്തലം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അതാണ് നമുക്കറിയേണ്ടത്. നമ്മൾ കൽമാടിക്ക് ക്ലീൻചിറ്റ് കൊടുത്തില്ല, കൽമാടിയെ ക്രൂസിഫൈ ചെയ്യുകയാണ്, അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലിക്കെതിരായിട്ടും ശരിയായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായിരിക്കണം. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വേദി തന്നെ വേണം. അതിന് BJP തയ്യാറാകുമോ? അതാണ് ഒരു പക്ഷേ പാർലമെന്റിലടക്കം വലിയ സ്വരങ്ങൾ ഉയർത്തപ്പെടുക. ദേവദാസ്,
ഈ ചക്കരക്കുടമാണ് എന്തായാലും ക്രിക്കറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന കായിക സമിതികളെല്ലാം എന്നുള്ള കാര്യം രണ്ട് കക്ഷികൾക്കും ബോധ്യമാണ്. ഇവിടെ ഒരു ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചു വന്ന കുറേ ആരോപണങ്ങൾ ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിൽ വന്നേക്കാം എന്ന ബോധത്തോടു കൂടി റെയ്ഡ് അടക്കം പരിശോധന അടക്കം നടക്കുന്നു. ഈ ഉള്ളറയിലേക്ക് പോകുമ്പോഴും ഇക്കാര്യത്തിൽ രണ്ടുപേരും കൈകോർക്കുന്നതിൻ്റെയൊക്കെ തന്നെ പരിണത ഫലമാണോ? രാജീവ് ശുക്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറി മാറി സർക്കാർ വന്നാലും ഏതെങ്കിലും ഒരു പ്രതിനിധി അതാത് ബോഡികളിൽ രാഷ്ട്രീയക്കാരായി വരുന്നു. ഇതിൻ്റെ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഒരു പക്ഷേ അതിൻ്റെ അന്തഛിദ്രത്തിലേക്ക് ക്രിക്കറ്റ് പോലെയുള്ള കായിക ഘടകങ്ങളെ എത്തിക്കുന്നത്. ഇത് ശരിയാ. പത്മകുമാറോട് ഒറ്റൊന്ന് റിപ്പീറ്റ് പറയട്ടെ. ഈ എടക്കൊച്ചിൻ്റെ പറഞ്ഞത് ബാലാജി അയ്യങ്കാർ കേസിന് പോയത് ആ വിധിയാണ് 2010 ഏത് പൊതുസേവകർ എന്ന് പറയുന്ന ഹൈക്കോടതി വിധിയാണ്. അത് വേറെ പത്മകുമാർ അത് നോക്കായിട്ട. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാം കോട്ടിട്ടിട്ട് നല്ല ഇതാണ് ഈ ജെറ്റ്ലിയും മറ്റേതെല്ലാം. രാത്രി ഇതെല്ലാം മുരുട കക്കാൻ പോകുന്ന വേദവ്യാസ രമേശിനെ പോലത്തെയും വീരപ്പനെ പോലത്തെ ടീമായി ഇത് ആനക്കൊമ്പ് മോഷ്ടിക്കുന്നത്. എന്നിട്ട് രാവിലെ എന്താ പറയുക പൈസ വിടുന്നുണ്ട്. അതാണ് ശരത് പവാർ, PC ജോഷി, ഫാറൂഖ് അബ്ദുള്ള, അനുരാഗ് താക്കൂർ എല്ലാം കേസ് നേരിടുന്നയാ. എല്ലാം കേസ് നേരിട്ടിട്ട് കളവ് നടത്തുന്ന ക്രിക്കറ്റിൽ മാത്രമാണ്. അപ്പോൾ അത് ഓട്ടോണമസ് ബോഡിയാണ്. ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ കക്കാനുള്ള വേദിയാണെന്നാണ് ഇവരെല്ലാം വിചാരം. അതാണ് ഇതിൻ്റെ അനന്തരം. അതുകൊണ്ടാണ് ഈ കൽമാടി കോമൺവെൽത്ത് അല്ല കേട്ടോ, ഫസ്റ്റ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വേറൊരു സ്വാമിനി ഉമാഭാരതീനെ വെച്ചിട്ട് മുക്കിന് ഇവർ ഡൽഹിയിൽ. അതൊന്നും പത്മകുമാറിന് അറിയില്ലെങ്കിൽ പോയി നോക്കുക. അപ്പോൾ ഈ സ്പോർട്സ് ഇവർക്ക് കക്കാനുള്ള വേദിയാണ്. അതാണ് അതുകൊണ്ടാണ് ശ്രീനിവാസനെ ജെറ്റ്ലി സംരക്ഷിച്ചത്, ലളിത് മോഡിനെ ജെറ്റ്ലിയും സുഷമ സ്വരാജ് വസുന്ധരയും ഇന്നും സംരക്ഷിക്കുന്നത്. അതിൻ്റെ നേർക്കാഴ്ചയായി ഇവിടെ കാണുന്നത്. ഇവർക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോണമസ് ബോഡി ആയതുകൊണ്ട് എന്തും ഫില്ല് ചെയ്തിട്ട് കളിക്കാമെന്നുള്ളതുകൊണ്ടാണ് ഈ 10-12 കൊല്ലം 24 കോടിൻ്റെ പ്രോജക്റ്റ് പ്രൈസ് റെനോവേഷൻ ഇതൊക്കെ. അതാണ് കൽമാടി ചെയ്തത്. 940 കോടിയ റെനോവേഷന് ജവഹർലാൽ സ്റ്റേഡിയം ചെയ്തത് റെനോവേഷൻ. അതാണ് 125 കോടി ഫസ്റ്റ് ആഫ്രേഷൻ ഉമാഭാരതി ഈ പത്മകുമാറിന് തിരിയാത്ത ഈ പത്മകുമാർ പറയുന്നത് ഇത് പബ്ലിക് ഫണ്ട് അല്ലാന്ന്. പബ്ലിക് ഫണ്ടാണ്. കേരള ഹൈക്കോടതി പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്റർടൈൻമെന്റ് ടാക്സ് നിങ്ങൾ പബ്ലിക് ബോഡിയിൽ നിന്ന് നിങ്ങൾ ഡൽഹി ഗവൺമെന്റിന് കൊടുത്തോ? നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾ പബ്ലിക് മണിയാണ് കക്കുന്നത്. പത്മകുമാറിന് ഈ ഡൽഹി ക്രിക്കറ്റിന്റെ മണി കട്ടാൽ വേറെ പൈസയാണോ? ഇതെല്ലാം ഇന്ത്യയിലുള്ള കോമൺ. അതുകൊണ്ടാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ അതുകൊണ്ടാണ് രാജീവ് ശുക്ലേനെ നിങ്ങൾ BJP ഗവൺമെൻറ് വന്നിട്ട് IPL 8 ചെയർമാനാക്കി വെക്കുന്നത്. IPL 6 ഫിക്സിംഗ് കേസിൽ ഉള്ളത് രാജീവ് ശുക്ല. നിങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരനെ വെക്കുന്നത്? രവിശങ്കർ പ്രസാദിന്റെ അളിയൻ. അപ്പൊ നിങ്ങൾക്ക് കക്കാൻ വേണ്ടി വേദിയാക്കല മറുപടി പറയാൻ കാരണം പബ്ലിക് ഫണ്ട് എന്നുള്ള ഒരു പക്ഷേ താങ്കൾ അതിന് ക്ലാരിഫിക്കേഷൻ എന്തായാലും വേണം. ഞാൻ മടങ്ങിയെത്താം. പത്മകുമാർ, താങ്കൾ എന്തായാലും അവകാശപ്പെടുന്നത് വിനിയോഗിച്ച ഫണ്ട് പബ്ലിക് ഫണ്ടല്ല. പക്ഷേ പ്രകടമായി ഈ പറയുന്ന 57 കോടി രൂപ നൽകിയത് ആർക്കാണ്? അല്ലെങ്കിൽ അതിൻ്റെ കമ്പനികളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. 9 കമ്പനികൾ എല്ലാം തന്നെ ചെന്നെത്തുന്നത് ഒരു വ്യക്തിയിലേക്ക്. അപ്പോൾ തന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതയും പ്രകടമായോ അല്ലയോ? ഏതാണ് എൻ്റെ ചോദ്യം. ദേവദാസ് പറഞ്ഞത് കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതി ഇതിലെ അഴിമതിയും ബന്ധപ്പെടുത്തിയാണ്. കോമൺവെൽത്ത് ഗെയിം എന്ന് പറയുന്നത് പബ്ലിക് മണിയാണ്. അപ്പോൾ അവർക്കൊരു എസ്റ്റിമേറ്റിൽ കൂടുതൽ മാറ്റം വരുത്തണമെങ്കിൽ അതിന് നോംസുകളുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 26,000 പേർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര രൂപയ്ക്ക് ഞങ്ങളൊരു പ്രോജക്റ്റുമായി വന്നിട്ടില്ല. അവർക്ക് അവരുടെ ഇന്റേണൽ മെക്കാനിസം ഉപയോഗിച്ചിട്ട് കൂടുതൽ വലുതാക്കുന്നതിന് അവർക്ക് ആരുടെയും അനുവാദം വേണ്ട. അവർ ആ ബോഡി തീരുമാനിച്ചാൽ മതി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വലിയ എസ്കലേറ്റ് ചെയ്യുന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആരുടെയെങ്കിലും പെർമിഷൻ വേണോ? ശ്രീദേവാസ് അവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യം അങ്ങനെ എക്സ്കലേറ്റ് ചെയ്ത് കാരണം ഇത്രത്തോളം അവർക്ക് മാറ്റാനുള്ള സ്വാഭാവികമായ ഒരു അധികാരം അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ? എന്താണ് ആ ഒരു വസ്തുത പത്മകുമാർ പറയുന്ന കാര്യം?
പത്മകുമാർ ആടിനെ പട്ടിയാക്കുന്നല്ലേ? എന്താ പറയുക, ഇപ്പൊ കിണ്ടി മാറ്റിയതും ഇത് ചോദിക്കറ് ഓട്ടോണമസ് ബോഡിയിൽ നിന്ന് കക്കുന്ന ചോദിക്കറ് 26,000 ആളുള്ള ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് നിങ്ങളോട്, അതുകൊണ്ടല്ലേ സീരിയസ് ഫ്രോഡ് കമ്മിറ്റി ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചു, ആഭ്യന്തര DDC തന്നെ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇതിലെല്ലാം ഫ്രോഡ് ഉണ്ട് എന്ന് കണ്ടെത്തി. ഓൾറെഡി ഇവർ അന്വേഷിക്കാണ്ടിരിക്കുന്ന, പിന്നെ ഇവർക്ക് ആര് കൊടുത്തു 26,000 ഗാലറിയിൽ നിന്ന് 42,000 ആക്കണ്ടിക്കൽ ഒരു കമ്മിറ്റി വേണ്ടേ? അതിലുള്ള കീർത്തി ആസാദ് ചോദിച്ചതിനാ മറുപടി ഇല്ലാണ്ട് അത് പറയേണ്ടത് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ ആണ്. ഞാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഡിഫൻഡ് അല്ല. അതിൽ അഴിമതി ഉണ്ട് എന്നുള്ളത്, അരുൺ ജെയ്റ്റ്ലിക്കെതിരായിട്ടുള്ള അഴിമതി ഉണ്ടെന്ന് അവിടെ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് മറുപടി പറയേണ്ടെങ്കിൽ അതിന്റെ ബാധ്യത ജെയ്റ്റ്ലിക്ക് വരികയാണ്. ജെയ്റ്റ്ലിയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട, അല്ലെങ്കിൽ ആ സമയത്ത് ഉത്തരവാദിത്തം വഹിച്ചിരുന്ന ജെയ്റ്റ്ലിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതിന് മറുപടി പറയുന്നില്ല എന്ന അതേ ഒരു വിഷമമാണ് ഒരുപക്ഷെ കീർത്തി ആസാദ് മുന്നോട്ട് വെച്ചത്. കീർത്തി ആസാദിന്റെ വിഷമമൊക്കെ എല്ലാവർക്കും അറിയാം. സോണിയാഗാന്ധിയുടെ വസ്തുത പറയൂ, വസ്തുതയിലേക്ക് വരും. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആവാൻ കഴിയാത്തതിന്റെ പേരിലുള്ള നിരാശയിൽ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ. അതല്ലല്ലോ പ്രശ്നം. അരുൺ ജെയ്റ്റ്ലി വ്യക്തിപരമായി ഇതിനകത്ത് അഴിമതി നടത്തി അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതുകൊണ്ട് ഗെയിൻ ഉണ്ടാക്കി, അദ്ദേഹം ആരെങ്കിലും സ്വജനപക്ഷപാതം, അതിൽ അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. പ്രകടമായി ഇത്തരം ബോഡികൾ ഇതിൽ ഈ റിമാർക്സ് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എറർ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേക്ക് ഒരു അന്വേഷണത്തിൽ പോലും പോകാതെ പിടിവാശി ആർക്കാണ്? BJPക്ക് പിടിവാശി. ഗവൺമെന്റ് അല്ല കോടതി അങ്ങനെ ഒരു ഫൈൻഡിങ് കണ്ടിട്ടുള്ള കോടതി മിണ്ടാതിരിക്കുമോ? അതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നത് അവർ പറഞ്ഞ കാര്യം പറഞ്ഞു. ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയക്കാർ ഈ സ്പോർട്സിൽ ഇടപെടുന്നതിന് വലിയ കുഴപ്പമായിട്ടാണ് പറയുന്നത്. BJP-കാരൻ സ്പോർട്സിൽ വരുമ്പോഴേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ആലോചിച്ചോളെ, കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് LDF ഉണ്ടായിരുന്ന സമയത്ത് TP ദാസനെ വെച്ച്, TP ദാസൻ ഏത് കേസിലാണ്, എന്ത് ആരോപണമാണ് അദ്ദേഹത്തിനുള്ളത്, ഏത് സ്പോർട്സ്, നീലകണ്ഠൻ, അങ്ങനെ വസ്തുതകളെ പ്രകടമായി പത്മകുമാർ പറയുന്നത് പോലെ തള്ളിക്കളയാൻ കഴിയുമോ? കാരണം എന്തായാലും ഇതിലേക്കൊക്കെ തന്നെ എത്തിയതിന്റെ വശവും നിങ്ങളാണ് തുടക്കമിട്ടത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് പ്രകടമായി പറയേണ്ട ബാധ്യത കൂടി നിങ്ങളിലേക്ക് വരികയാണ് ഇത്രത്തോളം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ. ഇവിടെ വളരെ കൃത്യമായി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ, ഇന്ന് ആം ആദ്മി പാർട്ടി പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 15 പുറത്തുവിട്ട ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിൽ അക്കമിട്ട് ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം, 2006 തെരഞ്ഞെടുപ്പിൽ നടന്ന തട്ടിപ്പ് വരെ അതിൻ്റെ രേഖ പോലും ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ അന്വേഷണമുണ്ട്. പ്രശ്നം ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, BCCI സ്വതന്ത്രമാണ് അതുകൊണ്ട് വേണ്ട എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് നികുതി ഇളവുകൾ അതാര് കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് ആവാം, ഏത് പാർട്ടി ആവാം, ഇടതുപക്ഷം ആരാവട്ടെ, അങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നതുകൊണ്ട് അതിന് ഉത്തരവാദിത്തം പറയാൻ ഗവൺമെന്റിന്, പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. പൊതുജനങ്ങളുടെ പണം അതിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, അരുൺ ജെയ്റ്റ്ലി നേരിട്ട് പണം വാങ്ങിയോ എന്നാണ് പത്മകുമാറിൻ്റെ സംശയമെങ്കിൽ, നേരത്തെ ഇവിടെ നമ്മുടെ ആങ്കർ ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്, 2G സ്പെക്ട്രത്തിൽ മൻമോഹൻ സിംഗ് നേരിട്ട് പണം വാങ്ങിയെന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മൻമോഹൻ സിംഗ് അതിൽ കുറ്റക്കാരനാണ് എന്ന് നമ്മൾ പറയുന്നത് അഴിമതി നടത്തിയ ഷീലാ ദീക്ഷിതുമായി ഒത്തുചേർന്ന് ഭരണം നടത്തി ഇപ്പൊ 900 കോടിയുടെ കാലിത്തീറ്റ. അരുൺ ജെയ്റ്റ്ലിക്കെതിരായ വിവാദങ്ങളും ആരോപണങ്ങൾ, ആം ആദ്മി പാർട്ടി തൊടുത്തുവിട്ട ആരോപണങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് BJP MP കീർത്തി ആസാദും ഇന്ന് വിക്കിലീക്സ് രേഖകളെ ആധികാരികമാക്കി തെളിവുകൾ പുറത്തുവിടുകയുണ്ടായി. ഈ വിഷയമാണെന്ന് ചർച്ച ചെയ്തത്. അതിഥികളായി പങ്കെടുത്തത് ജയപത്മകുമാർ, BJPയുടെ പ്രതിനിധി, ഒപ്പം തന്നെ CR നീലകണ്ഠൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ PV തോമസ്, ഒപ്പം തന്നെ കായിക നിരീക്ഷകൻ ദേവദാസ്. നന്ദി അറിയിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. അതേസമയം കത്തിന്റെ പേരിൽ സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരും ശക്തമാകുന്നു. ഒരു നേതാവും സ്വയംഭൂവായി ഉയർന്നു വന്നതല്ലെന്ന് ചെന്നിത്തലയെ കളിയാക്കി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. കത്തിൽ വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല. യാഥാർത്ഥ്യം, കത്തിലെ ഉള്ളടക്കം തമസ്കരിച്ചൊരു വിഭാഗം മുന്നോട്ടു പോകുന്നു. വലിയ തോതിലുള്ള വിവാദങ്ങൾ തുടരുകയും ചെയ്യുന്നു. ചർച്ചയിലേക്ക് മടങ്ങിയെത്തും. ചർച്ചയിൽ നമ്മോടൊപ്പം KPCC സെക്രട്ടറി വിൻസെന്റും, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ബാസുരേന്ദ്ര ബാബു, ഒപ്പം
INTUC നേതാവ് ചന്ദ്രശേഖരൻ. ശ്രീ ബാസുരേന്ദ്ര ബാബുവിലേക്ക്. ബാസുരേന്ദ്ര ബാബു, ഒരു പക്ഷേ വിവാദങ്ങൾ വീണ്ടും കൊഴുക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഹൈക്കമാൻഡിന്റെ പ്രതിനിധി കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് പറഞ്ഞിരിക്കുന്നു. കത്ത് നൽകിയിട്ടില്ല അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്നതിലേക്ക് പോകുമ്പോഴും എന്തായാലും ഇക്കാര്യത്തിൽ വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി അടക്കം ഉള്ള ചില കേന്ദ്രങ്ങൾ എ ഗ്രൂപ്പിലെ അവരുടെ നിരീക്ഷണങ്ങളിലേക്ക് വന്നാൽ ഇതിലെ ഉള്ളടക്കം ഒരുപക്ഷെ തമസ്കരിച്ചുകൊണ്ട് കത്തിൻ്റെ ഉറവിടം തേടിയുള്ള ഒരു പോക്ക്, അതിലെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളും ഒരുപക്ഷെ ഉറവിടം ദില്ലിയിൽ നിന്നടക്കം ദില്ലിയിൽ തന്നെ ചെന്നിത്തലയിലൂടെയാണ് ഈ വാർത്ത വന്നത് അല്ലെങ്കിൽ പുറത്തുവിട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രകടമായി വരികയും ചെയ്യുന്നു. മൊത്തത്തിലൊന്ന് വിലയിരുത്തിയാൽ അല്ല, ഒരു കത്ത് അത് അതിൻ്റെ റിയാലിറ്റി വാസ്തവികത അവതരിപ്പിക്കണമെങ്കിൽ പ്രജീഷ് ഒന്നുകിൽ അയച്ചയാൾ അത് ഞാൻ അയച്ചു എന്ന് ഓൺ ചെയ്യണം, അതല്ലെങ്കിൽ ലഭിച്ചയാൾ ആ കത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയണം. ആ രണ്ട് വഴികളെ സത്യത്തിൽ ഒരു കത്തിൻ്റെ ഇടപാടുകളെ കുറിച്ച് മൂന്നാമതൊരാൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആധികാരികമായി. ഇവിടെ എന്താണ്, അയച്ചു എന്ന് പറയപ്പെടുന്നയാൾ അത് ഡിസോൺ ചെയ്തു, അയച്ചിട്ടില്ല. അതേമാതിരി ലഭിച്ചു എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടത്ത് ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. അതുകൊണ്ട് കത്തുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഈ അയച്ചതും ലഭ്യതയും വെച്ച് ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ കത്തിന്റെ ഉള്ളടക്കം തമസ്കരിച്ചാൽ ഗുണം ലഭിക്കുക, ഉള്ളടക്കം തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു, ഉറവിടം തേടിയുള്ള യാത്രയിലേക്ക് കാര്യങ്ങളെ കേന്ദ്രീകരിക്കപ്പെടുന്നുവോ ഒരു ഇടപെടൽ? അതാണ് എനിക്ക് തോന്നുന്നത്. ആ ഉള്ളടക്കം പ്രധാനമായിരിക്കുന്നതുകൊണ്ട് ആർക്കും അത് തമസ്കരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കത്ത് ഉണ്ട് എന്ന് തന്നെ ഞാനൊക്കെ വിശ്വസിക്കുന്നു. അതിന് കാരണം കത്തല്ലെങ്കിൽ ഏതോ രൂപത്തിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവരെ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ര വലിയൊരു ദേശീയ പത്രത്തിൽ അത് വാർത്തയാകുമായിരുന്നില്ല. ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും ഇത് വാർത്തയായിരിക്കുന്നത് കൊണ്ട് കത്തില്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ അങ്ങൊരു വാർത്ത വന്ന സ്ഥിതിക്ക് കത്തിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് പോകട്ടെ. പക്ഷേ കത്തിനെ മുൻനിർത്തി ഉണ്ട് എന്ന് പറഞ്ഞ ഉള്ളടക്കമുണ്ടല്ലോ, ആ ഉള്ളടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങളാണ് വിശദീകരിക്കുന്നത്. നായർ ഈഴവ സമുദായത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ആര്? അതുപോലെ തന്നെ അഴിമതി, സ്വജനപക്ഷപാതം, അത്തരം കാര്യങ്ങളാണ് പരാജയത്തിൻ്റെ ആസന്ന കാരണം. ഈ കാരണങ്ങളെല്ലാം തന്നെ ഉമ്മൻചാണ്ടിയുടെ നേർക്കാണ് കുന്തമുന നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശീതസമരത്തിൻ്റെ തുറന്ന മുഖമായി അത് മാറുന്നു. ഒരുപക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസ് ആകുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്നതിനെ സംബന്ധിച്ച ഒരു സംഘം ചേരലാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് ഞാൻ കരുതുന്നു. അത് നേരിട്ട് ആണ് യുദ്ധമെങ്കിലും പരോക്ഷമാണ് യുദ്ധമെങ്കിലും മത്സരം മെറിറ്റ് ഒരു പക്ഷേ അതിലേക്കായിരിക്കും പോവുക. ശ്രീ വിൻസെന്റ്, KPCC സെക്രട്ടറി, ഇവിടെ ഗൂഢാലോചന എന്ന് ഐ ഗ്രൂപ്പ് ഇന്ന് വൈകിട്ടും ഇന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഒളിഞ്ഞിരുന്ന് കാര്യങ്ങളെ വിലയിരുത്തുകയാണോ? കാരണം ആ സംശയത്തിലേക്ക് അടക്കം പോകുന്ന കത്തിൻ്റെ ഉള്ളടക്കം ഇവിടെ നിന്ന് ദില്ലിയിൽ നടക്കം ഒരു പക്ഷേ വരുന്നത് ആ രീതിയിലുള്ള വാർത്തകളാണ്. ചെന്നിത്തലയിലൂടെ തന്നെയാണ് കത്ത് പോകുന്നത്. എങ്കിൽ ഇവിടെ പ്രകടമായി വരുന്ന വസ്തുത, ഇവിടെ ബാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെയുള്ള വരാൻ പോകുന്ന കാര്യങ്ങളെ തമസ്കരിക്കാൻ കഴിയുമോ? ഡയറക്റ്റ് ഉത്തരം. വാസ്തവത്തിൽ ഇത് വളരെ രസകരമായിട്ടാണ് ഈ ചർച്ചകൾ ഇന്ന് മാധ്യമങ്ങൾ നടക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട ശ്രീ ബാസുരേന്ദ്ര ബാബു രസകരമായി കൊണ്ടുപോയത് ചെന്നിത്തലയാണ്. അല്ലല്ല, ഇവിടെ വളരെ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, കത്തയച്ചയാൾ പറയുന്നു ഞാൻ കത്തയച്ചിട്ടില്ല, ലഭിച്ചു എന്ന് പറയുന്ന കേന്ദ്രങ്ങളും കൃത്യമായി പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത ഒരു കത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? പക്ഷേ അത് അങ്ങ് പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യങ്ങൾ തിരുവഞ്ചൂരിനടക്കം മനസ്സിലായില്ല. അത് ആഞ്ഞത് കൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് അദ്ദേഹം തുറന്നു പറയേണ്ടി പല കാര്യങ്ങളും വന്നിരിക്കുന്നത്. എം ഹസനോ അല്ലെങ്കിൽ തിരുവഞ്ചൂരോ ലാലി വിൻസെന്റോ അല്ലെങ്കിൽ അതിനെ ചുവട് പിടിച്ച് ആദ്യം തന്നെ പിടിപൊട്ടിച്ച ചന്ദ്രശേഖരനോ ഇതൊന്നും ആർക്കും മനസ്സിലാകാഞ്ഞിട്ടാണോ? ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഈ ചർച്ച KPCC യോഗത്തിൽ ഉണ്ടായിരുന്നു. ചർച്ചയല്ല, അതിനകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം വളരെ വ്യക്തമായി തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നു, കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ചാടിക്കേറി മാധ്യമങ്ങളിൽ പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അഭിപ്രായം KPCC രേഖപ്പെടുത്തി. അന്ന് അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് ആലോചനയില്ലാതെ പറഞ്ഞ ആളുകൾക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസിലാണ് അവിടെ ഇരുന്നത്.
അവർക്കൊരു കുറ്റബോധം അങ്ങനെ പറഞ്ഞതിലുണ്ടായി. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു കത്തിനെ പക്ഷെ അവിടെയാണ് എനിക്ക് ഇപ്പോഴും സംശയം. ശ്രീ വാസുവിന്റെ ബാബുലി, ഞാൻ ഒറ്റ ചോദ്യം, കാരണം ആഭ്യന്തരമന്ത്രിയുടെ പേരും വെച്ച് ഒപ്പമിട്ടൊരു കത്ത് പോകുന്നു. ഇതൊരു പക്ഷേ വലിയൊരു ക്രിമിനൽ കുറ്റം കാരണം ഉണ്ടാകാനില്ല. ഈ ഘട്ടത്തിൽ പോലും ചെന്നിത്തല തുടരുന്ന മൗനം. അല്ല, അതിനകത്ത് കത്തുണ്ട് എന്ന കാര്യത്തിൽ എനിക്കോ താങ്കൾക്കോ മാധ്യമരംഗത്തുള്ളവർക്കോ എന്തിന് ഇപ്പോൾ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലുമോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കത്തുണ്ടാകും, പക്ഷേ കത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ അതോറിറ്റി ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറല്ല. അങ്ങനെ ഒരു പ്രതീക്ഷ സത്യത്തിൽ ഇവിടെ മാത്രമല്ല, സരിതയുടെ കത്ത്, അതുപോലെ CD, ഈ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം നാം കാണുന്ന വളരെ ഷെയ്ഡിയായ ഡ്യൂബിയസായ ഒരു പ്രവർത്തന ശൈലി, ദുരൂഹമായ ശൈലി. കത്തുണ്ടോ എന്ന് ചോദിച്ചാൽ സരിതയുടെ കത്തുണ്ടോ എന്ന് മലയാളികൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 23 പേജ് കത്തുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടുള്ള ധാരാളം ആളുകൾ. ഏതായാലും കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നു, പക്ഷേ കത്ത് കാണുന്നില്ല എന്ന് പറയുമ്പം കത്ത് വെച്ച് വിലപേശാൻ പാകത്തിൽ ഈ മാത്രമല്ല കത്തിലെ ഉള്ളടക്കം ഒരു പക്ഷേ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ ഇവിടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള വാചകങ്ങളാണ്. ഒരുപക്ഷെ അതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ അതിവിടെ ഉപയോഗിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഘടകങ്ങൾ അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് പോകുമെന്ന ഒരു ഉൾക്കാഴ്ചയോടുകൂടി അതിൻ്റെ ഉള്ളടക്കത്തെ വ്യാഖ്യാനിച്ചാൽ അത് ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ ഭൂരിപക്ഷ സമുദായത്തിന്, ഹൈന്ദവ സമുദായത്തിനെ പിണക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ഒരു കാരണം, മറ്റൊന്ന് അഴിമതി. ഇത് രണ്ടും ശരിയാണല്ലോ. ആ അർത്ഥത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ച ഉറപ്പായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശേഷമുള്ള വരുന്ന തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും എന്ന നിലയ്ക്കുള്ള മുൻകൂട്ടി ഒരേറാണത്. യെസ്, തീർച്ചയായും. അങ്ങനെ സംശയിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറയുമോ? കാരണം വിൻസെന്റ്, പലരും KPCC ഭാരവാഹികളടക്കം പുറത്തോട്ട് വിട്ട വാക്ക് തിരിച്ച് വിഴുങ്ങുന്ന ഒരു ഘടകം ഉണ്ടായിട്ടുണ്ടെങ്കിലും വസ്തുതകൾ ഇപ്പോഴും പ്രകടമായി നിൽക്കുന്നു. വളരെ ഇദ്ദേഹം പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തമല്ലേ, ഈ ഗവൺമെൻറ്റിനെതിരെ വന്നിട്ടുള്ള രേഖകളെന്നും CD-കളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്തുകളായിരുന്നാലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന എല്ലാ പേർക്കും അറിയാം, ഒരു ഗവൺമെൻറ്റും നിലവിലില്ലാത്ത കത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു, ഇല്ലാത്ത CD-യുടെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു. സങ്കല്പ ലോകത്ത് നിന്ന് കണ്ട് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷമല്ല, അതിനപ്പുറത്തേക്ക് തിരുവഞ്ചൂരടക്കം ഇന്ന് പൊട്ടിച്ച ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ അതാണ് ഇന്ന് ചർച്ചയ്ക്ക് ഒരു പക്ഷേ എടുക്കാൻ പോലും ഘടകമായത്. അല്ല, തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ്റിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ആഭ്യന്തരമന്ത്രി മൗനം പാലിച്ചു എന്ന്. ഇതിനെ സംബന്ധിച്ച് ആദ്യമായി അഭിപ്രായം പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കത്തിനെ കുറിച്ച് അദ്ദേഹം അവിടെ അഭിപ്രായം പറഞ്ഞു, KPCC മീറ്റിങ്ങിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു, ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. എവിടെയാണ് അദ്ദേഹം മൗനം പാലിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും എവിഡൻ്റായി നമ്മുടെ മുന്നിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹം മൗനം പാലിക്കുന്നു എന്ന് പറയുന്നു. എന്ത് ന്യായമാണ്? പിന്നെ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടുള്ള ചർച്ച CPM സംസ്ഥാന കമ്മിറ്റി നടത്തേണ്ടതുണ്ട്. കാരണം തീർച്ചയായും അത് നടത്തണം. കാരണം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്ന എല്ലാ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട പാർട്ടി അല്ലേ ഇനി പ്രതിപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഞങ്ങളാണോ? അതെന്തോ ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ ഭരണപക്ഷ പ്രതിപക്ഷ, പക്ഷേ മെറിറ്റ് ലക്ഷ്യമിട്ട ആളുകൾക്ക് ഭംഗിയായി അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നു. മറഞ്ഞിരുന്നവർ പക്ഷേ അത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ കൂടിയും അത് അങ്ങനെ ഒരു സംശയത്തിലേക്ക് ആരെങ്കിലും പോയാൽ അതിനെ സംശയിക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ എന്തായാലും ബാസുരേന്ദ്ര ബാബുവിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. കാരണം ഉള്ളടക്കം സംബന്ധിച്ച് വസ്തുത നിലനിൽക്കുന്നു. ഉള്ളടക്കം എങ്ങനെയായിരിക്കും, എന്തായാലും വരുന്ന ആളുകളിൽ ഏത് രീതിയിലായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുക. ശ്രീ വാസുരേന്ദ്ര ബാബു, എന്തായാലും ഹൈക്കമാൻഡ് 3 പേരെയും ഒരുമിച്ച് ഒരു പക്ഷേ വിളിച്ച് ദില്ലിയിൽ ചർച്ച നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വസ്തുതകളിലേക്ക് വരുമ്പോൾ, കാരണം ഒരു BJPയുടെ അടക്കം ഹൈന്ദവ ഒരു ഏകീകരണത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഒരു ഹിന്ദു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിലേക്ക് ഒരു പക്ഷേ അടക്കം കോൺഗ്രസ് ചിന്തിച്ചുകൂടായ്മയൊന്നുമില്ല. ഈ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് വ്യക്തമായ പദ്ധതിയിലൂടെ ഒരുപക്ഷെ 67 ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്കടക്കം പോയേക്കാം. കോൺഗ്രസിൻ്റെ നില അത്രത്തോളം പരിതാപകരമാകും എന്ന നിലയിലേക്ക് വരെ ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ചതായിട്ടാണ് ഒരുപക്ഷെ വിവരം ലഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ വ്യക്തമായ പ്ലാനിങ്ങോടെയാണോ ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മാതിരി ഇങ്ങനെ ഒരു കത്തുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കങ്ങളില്ല. കാരണം കത്ത് ദൃശ്യമാധ്യമങ്ങൾ കാണിച്ചു കഴിഞ്ഞു. കത്തില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അതിനെതിരെ പക്ഷേ വ്യാജരേഖയ്ക്കെതിരെ കേസെടുത്ത മാതിരി എടുത്തേനെ. ഒരു അന്വേഷണവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഒപ്പിട്ട കത്ത് ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു.
ഡിസോൺ ചെയ്യുകയല്ലാതെ അതിനെതിരെ യാതൊരു നടപടിയും ആഭ്യന്തരമന്ത്രി എടുത്തിട്ടില്ല. അതുകൊണ്ട് കത്തുണ്ട് എന്ന് അനുമാനിക്കാം. ഇതാണ് ഇപ്പോഴത്തുള്ള ശൈലി, കോൺഗ്രസ്സുകാരുടെ ശൈലിയാണ്. അല്ല, തീർന്നില്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. എന്താ ഇപ്പോൾ ഒരു കത്ത് വരാൻ ഇടയായ കാര്യം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലെ പിന്നോട്ടടി പരാജയം. ആ പരാജയത്തെ മുൻനിർത്തി വരാനിരിക്കുന്ന ഇതിലും വലിയ പരാജയം, ആ പരാജയത്തിൻ്റെ ഉത്തരവാദി ആരെയാണ് നേരത്തെ പറയുന്നു. അങ്ങനെ നേരത്തെ പറയുമ്പോൾ ഒരു കാര്യം കൂടി രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചിട്ടുണ്ട്, മുഖം മിനുക്കൽ പരിപാടി കൊണ്ട് കഴിയില്ല. പ്രജീഷ് അദ്ദേഹം പറയുന്നത് ഒരു മേജർ സർജറി, വലിയ ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരും എന്ന് പറഞ്ഞാൽ ഒന്നാമനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വിൻസെന്റ് അത് തള്ളിക്കളഞ്ഞാലും ആ ഘടകം തന്നെയാണ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ചന്ദ്രശേഖരൻ ആവർത്തിച്ചത്. അതങ്ങനെയുള്ള സാഹചര്യങ്ങളെ കളയാൻ കഴിയുമോ? മാത്രമല്ല, ഇന്നിപ്പോൾ ഈ പറയുന്ന ജോസഫ് വാഴക്കൻ പറയുന്ന ഗൂഢാലോചന, ഇതെന്തായാലും പുറത്തുനിന്നൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്തായാലും അയക്കുമെന്ന് താങ്കൾ കരുതുന്നില്ലല്ലോ. എങ്കിൽ അവിടെ ഇത് എവിടെ നിന്ന് ഇത്തരം മൗനങ്ങൾ ഒരുപക്ഷെ ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നില്ലേ? ഒരു മൗനവുമില്ല. ഇവിടെ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, ഇതിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യാജക്കത്ത് ഉണ്ടാകുമ്പോൾ ഞാൻ അന്വേഷിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ബാസുരേന്ദ്ര ബാബുവും അതറിയാതെ ആയിരിക്കും അദ്ദേഹം ഇങ്ങനെ അല്ല, ഞാൻ പറയട്ടെ, ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്ന്. രണ്ട്, ഞങ്ങളെന്തോ വലിയ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കണം, 95 മുതലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ നടക്കുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച വിജയമാണ് ഞങ്ങൾ നേടിയിരിക്കുന്നത്. ഏറ്റവും അവസാനം നടന്ന ഞങ്ങൾ അധികാരത്തിൽ നിന്ന് 2005 നടന്ന തെരഞ്ഞെടുപ്പിൽ 2 ജില്ലാ പഞ്ചായത്താണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. 260 പഞ്ചായത്തുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് 300-ലേറെ പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്ത്. ഇത് അധികാരത്തിലിരിക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ നേടിയിട്ടുള്ള ഏറ്റവും മികച്ച വിജയമാണ്. തരിപ്പണമായി എന്ന് പറയുമ്പോൾ KPCCയുടെ അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു കത്ത് ഹൈക്കമാൻഡിലേക്ക് പോവുക, അതിന്റെ ആ ഒരു വസ്തുതയിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ആഭ്യന്തരമന്ത്രിക്ക് മൗനം, സുധീറിനടക്കം അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അന്വേഷണം അല്ലെങ്കിൽ ഏത് രീതി കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ശ്രീ വിൻസെന്റ്, അല്ല, കൃത്യമായി പറഞ്ഞാൽ ഈ മൗനം എന്ന് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം 3 തവണ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു, ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി. പിന്നെ 16 വർഷക്കാലം AICC ഭാരവാഹിയും 9 വർഷക്കാലം KPCC പ്രസിഡന്റുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഇത്തരത്തിലൊരു കത്ത് അയക്കുകയില്ല എന്ന് ഉറച്ച വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്ന് UDF-നെ ബാധിക്കുന്നതല്ല. ഇത്ര വലിയൊരു പരാജയത്തെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ? ഇങ്ങനൊരു പരാജയം പറ്റിയെന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പാർട്ടി തകർന്നിരിക്കുകയാണ് എന്ന് തിരുവഞ്ചൂർ പക്ഷേ ഇന്ന് ഓർമ്മിപ്പിച്ചത് നേതാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വഴിക്ക് പറയണം. ഒരു നേതാവും സ്വയംഭൂവായി ഉയർന്നു വരുന്നവരല്ല. ഹരം കൊള്ളിക്കുന്ന പ്രസ്താവനകൾ പാടില്ല. ഇതൊക്കെ ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞു. ഇത് തന്നെയാണ് പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ചെന്നിത്തലയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ചെന്നിത്തലയ്ക്ക് അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിനുള്ള ഓർമ്മപ്പെടുത്തൽ. പൊതുവെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാധ്യമങ്ങൾ വന്ന് പാർട്ടി നയത്തിനെതിരായി പാർട്ടിയിൽ ഇന്ന് ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതിന് അതാണല്ലോ KPCCയിലും സംസാരിച്ചിട്ടുള്ളത്, KPCC യോഗത്തിൽ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചപ്പോൾ അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിനെ സംബന്ധിച്ച് കുറ്റബോധത്തോടു കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഇരുന്നതാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് പറയാൻ സാധിക്കും. തെറ്റുപറ്റിപ്പോയത്. കാരണം ആഭ്യന്തരമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, ഇങ്ങനെ ഒരു കത്ത് ഞാൻ അയച്ചിട്ടില്ല. എങ്ങനെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ കാര്യങ്ങൾ ധരിപ്പിക്കണം? എന്തായാലും സുധീരന്റെ നിലപാട് ഒരു പക്ഷേ ഗ്രൂപ്പ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ കൂടിയും ഐ ഗ്രൂപ്പ് മെനയുന്ന ആ ഒരു തന്ത്രങ്ങളിൽ ഏതൊക്കെ നിലയിലുള്ള മുൻവിധിയോടുകൂടിയുള്ള തന്ത്രങ്ങൾ മെനയുന്നു, കെണിയൊരുക്കുന്നു തുടങ്ങി എന്തായാലും ബാസുരേന്ദ്ര ബാബുവിലേക്ക് എത്തായി. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഉറവിടം എവിടെയെന്നുള്ള ആ ചർച്ച മാറ്റിവെച്ചാൽ എന്തായാലും വസ്തുത ഹൈക്കമാൻഡിന് ബോധ്യമുണ്ട്. ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത സ്ഥിതിക്ക് അതാത് തലങ്ങൾ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടി എന്തായാലും ഉള്ളടക്കം സംബന്ധിച്ച് ചർച്ചയിലേക്ക് പോയാൽ കൂടുതൽ പരിങ്ങലിലേക്ക് ആകുന്ന ഒരു സാഹചര്യം. ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഏത് രീതിയിലായിരിക്കും? കാരണം ചെന്നിത്തലയെ പോലെയുള്ള പരിണതപ്രജ്ഞനാണ് അവിടെ വലിയ തോതിലുള്ള പിടിപാടും അല്ലെങ്കിൽ ഇടപെടൽ ഒക്കെ തന്നെ കഴിയുന്ന വ്യക്തി. മുഗൾ വാസനിക്കടക്കം കത്ത് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്?
ചെന്നിത്തല രൂപീകരിച്ച തന്ത്രത്തിലൂടെയാണോ പോകാൻ സാധ്യത? ഹൈക്കമാൻഡിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ കാര്യങ്ങൾ ഫീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നടക്കം ചെയ്ത സ്ഥിതിക്ക് വ്യക്തമായൊരു ബോധ്യമുള്ള കേരളത്തിന്റെ കാഴ്ചപ്പാട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിയൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് എങ്ങനെയായിരിക്കും ഒരു നിലപാടിലേക്ക് പോവുക? അന്തിമം അല്ല, അതിനകത്ത് ശ്രീ വിൻസെന്റ് പറഞ്ഞേ ഇപ്പൊ കത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മാറ്റിവെക്കാം. എങ്കിൽ പോലും കത്തില്ല എന്ന് പറഞ്ഞ പിന്നെ രമേശ് ചെന്നിത്തലയുടെ തൊട്ടടുത്ത ദിവസമാണ് ദൃശ്യമാധ്യമങ്ങൾ കത്ത് കാണിച്ചത്. അതിനുശേഷം അത് ഡൽഹിയിൽ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് പുതിയൊരു കാര്യം ഞാൻ ഇനി പറയാനില്ല. വളരെ വ്യക്തിഗതമായ കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നേതാക്കളെ കാണുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട വളരെ വ്യക്തിഗതമായ കാര്യമാണ്. അതേ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. വേറെ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ശ്രീ വിൻസെന്റ് വിശ്വസിക്കുന്ന മാതിരി ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സ്വകാര്യമായിട്ട് കോൺഗ്രസ് നടത്തുന്നോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്കറിയാവുന്നത്. പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതേ സംബന്ധിച്ച് അന്വേഷണം ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ആയിക്കോട്ടെ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി കേരള രാഷ്ട്രീയത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രധാനം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അത്തരമൊരു വിഷയം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരായി ചില വാദമുഖങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മേൽ ധ്രുവീകരണം നടക്കുന്ന പക്ഷം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റിക്കകത്ത് ഇതുവരെ ഉമ്മൻചാണ്ടി അനുഭവിച്ചുകൊണ്ടിരുന്ന ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു നേതൃത്വം, ഏകാധിപത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അംഗീകാരം അത് നഷ്ടപ്പെടുന്നൊരവസ്ഥ വരാം. അവസാനമായി ശ്രീ വിൻസെന്റ്, പ്രകടമായി പറഞ്ഞാൽ വരുന്ന ആളുകൾ കോൺഗ്രസിൽ ഒരുപക്ഷെ കത്ത് മുൻനിർത്തിയോ അല്ലെങ്കിൽ അതിലെ ഉള്ളടക്കം സംബന്ധിച്ചോ വലിയ പൊട്ടിത്തെറി ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ഹൈക്കമാൻഡ് പോകും. ഇതൊക്കെ ബോധ്യത്തോടു കൂടിയാണ് ഈ വാദവും ഉയർത്തി വിട്ടതും ആ വിട്ടവർക്ക് ഒരു പക്ഷേ അതിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടതും അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോയി. എന്തായാലും കാര്യങ്ങൾ ഗുണകരമാകില്ല. ഒരിക്കലുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഹൈക്കമാൻഡ് എല്ലാ സ്റ്റേറ്റുകളിലെയും സുപ്രധാന നേതാക്കന്മാരുമായി അതാത് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ ഈ കത്ത് വിവാദം വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ 14-ാം തീയതി KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ വിളിപ്പിച്ച് അവിടെ പോകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും 15-ാം തീയതി തന്നെ KPCC പ്രസിഡന്റ് ഡൽഹിയിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അഹമ്മദ് പട്ടേലിനെ രാത്രി പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയൊക്കെ തന്നെ വാർത്തയായിട്ടുണ്ട്. ശ്രീ വിൻസെന്റ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സ്റ്റേറ്റ് നേതാക്കന്മാരെയും വിളിക്കുന്നത് പോലെ ഇവിടെയും നേതാക്കന്മാർ ഇനിയുള്ള കാലങ്ങളിൽ കേരളത്തിലെയും ആസാമിലെയും നേതാക്കന്മാർ ഹൈക്കമാൻഡുമായി തുടർച്ചയായി ചർച്ചകൾ നടത്തും. ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള കെട്ടുകഥകളും ഈ ഗവൺമെന്റിനെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ളത് തെളിവാണ്. CD എടുക്കാൻ പോയ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിമാരും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ്. ഇത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തെല്ലും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ആ സംഭവ. വളരെ വ്യക്തമാണ്. എന്തായാലും സമയക്കുറവുകൊണ്ട് ഇടപെടേണ്ടി വരുന്നത്. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഒപ്പം തന്നെ വിൻസെന്റ് ചർച്ചയിൽ പ്രതികരിച്ചതിനും കാര്യങ്ങളെ നിരീക്ഷിച്ചതിനും ബാസുരേന്ദ്ര ബാബു.